അതുപോലെ തന്നെ ഇന്നലെ പൂഞ്ചിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ലാൻസ് നായിക് ദിനേഷ് കുമാറിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി അദ്ദേഹം കൊല്ലപ്പെടാനുണ്ടായ ഒരു സാഹചര്യം, അതിനുശേഷം ഇനി ഉള്ള നടപടിക്രമങ്ങളടക്കമുള്ള വിശദാംശങ്ങൾ കൂടി റഷീദ്. വിനിഷ, ഈ ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തിരിച്ചടിയിൽ ഭയന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ഒരു ഷെല്ലാക്രമണം നടത്തിയത്. പൂഞ്ചിലാണ് പ്രധാനമായും ഈ ഒരു ഷെല്ലാക്രമണം ഉണ്ടായത്. അതോടൊപ്പം ധങ്കർ തുടങ്ങിയിട്ടുള്ള മേഖലകളിലും ഷെല്ലാക്രമണം ഉണ്ടായി. ഈ ഷെല്ലാക്രമണത്തിൽ നേരത്തെ തന്നെ 2 CRPF ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഒരു CRPF ഉദ്യോഗസ്ഥൻ്റെ മരണം അല്ലെങ്കിൽ ജീവൻ പൊലിഞ്ഞ കാര്യം സർക്കാർ വൃത്തങ്ങളും അതോടൊപ്പം സൈന്യവും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലാൻസ് നായിക് ദിനേഷ് കുമാറാണ് വീരമൃത്യു മരിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സൈന്യം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു CRPF ഉദ്യോഗസ്ഥനും നിലവിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ജമ്മു കാശ്മീരിലെ മറ്റൊരു ആശുപത്രിയിലേക്ക്, അതായത് സൈന്യത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഇയാളുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ലാൻസ് നായിക് ദിനേഷ് കുമാറിൻ്റെ ശവസംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് സൈന്യം ഇപ്പോൾ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതേസമയം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഈ അതിർത്തി മേഖലകളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ആയിട്ടുള്ള സേനാംഗങ്ങളെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2 CRPF ഉദ്യോഗസ്ഥർക്കാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ കാര്യമായിട്ട് പരിക്കേറ്റ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ CRPF ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം വീരമൃത്യു മരിച്ചിരിക്കുന്നത്. വിനിഷ.